ഒരു ടോപ്പിക്കിൽ നമുക്ക് നമ്മുടെ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ആദ്യമേ പറഞ്ഞു, മണ്ണ് എന്ന് പറയുമ്പോൾ ചെടികളെ അവിടെ ഒരു ഭാഗങ്ങളിൽ ഉറപ്പിച്ചു നിൽക്കാനും അതുപോലെ തന്നെ ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള മൂലകങ്ങളും ജലവും ഒക്കെ നൽകാനും ആര് സഹായിക്കുന്നു? മണ്ണ് സഹായിക്കുന്നു. മണ്ണിന്റെ 50% ഖരവസ്തുക്കളാണ്. അതുപോലെ തന്നെ 50% ചെറിയ ചെറിയ അറകളുമാണ്. ഈ ചെറിയ ചെറിയ അറകളിലാണ് ജലവും അതുപോലെ വായുവും ഒക്കെ സ്റ്റോർ ചെയ്ത് നിർത്തുന്നത്. നമ്മുടെ ഭൂമുഖത്തെ ഒരടിയോളം ആഴത്തിലുള്ള മേൽമണ്ണിലാണ് നമ്മൾ ഭക്ഷ്യധാന്യങ്ങളെല്ലാം തന്നെ കൃഷി ചെയ്തെടുക്കുന്നത്. ഓക്കെ, നമ്മുടെ ഭൂമുഖത്തെ ഒരടിയോളം ആഴത്തിലുള്ള മേൽമണ്ണിലാണ് സാധാരണയായിട്ട് മനുഷ്യരാശിക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷ്യധാന്യങ്ങളിൽ ഏറിയ പങ്കും ഉൽപ്പാദിപ്പിച്ചെടുക്കുന്നത്. എന്നാൽ ചിലതൊക്കെ കുറച്ചുകൂടി താഴേക്ക് കൃഷി ചെയ്തെടുക്കാറുണ്ട്, അല്ലെ? താഴേക്ക് വെച്ച് നമ്മൾ കൃഷി ചെയ്തെടുക്കാറുണ്ട്. ദെൻ അനേക കോടി വർഷങ്ങളിലൂടെ പ്രകൃതിയുടെ ചില ശക്തികളായിട്ടുള്ള മഴ, വെയില്, കാറ്റ്, മഞ്ഞ് ഇതിന്റെയൊക്കെ പ്രവർത്തന ഫലമായിട്ട് വലിയ വലിയ പാറ കഷ്ണങ്ങളില് ചെറിയ ചെറിയ വിള്ളലുകൾ ഉണ്ടാവുന്നുണ്ട്. ഇങ്ങനെ വിള്ളലുകളൊക്കെ ഉണ്ടായി കാലാന്തരത്തിൽ അവ പൊടിഞ്ഞു പോകുന്നു. പ്രകൃതി ശക്തികളായിട്ടുള്ള മഴ, വെയിൽ, കാറ്റ്, മഞ്ഞ് ഇതൊക്കെ ഏറ്റ് പാറകളിൽ ചെറിയ ചെറിയ വിള്ളൽ ഉണ്ടാവുന്നുണ്ട്. ഇങ്ങനെ വിണ്ട് കഴിഞ്ഞാല് ഇത് പൊടിഞ്ഞ് ഈ പാറകളൊക്കെ ചെറിയ ചെറിയ പൊടികളായിട്ട് മാറുന്നുണ്ട്. പാറ പൊടിഞ്ഞാൽ ജീവജാലങ്ങൾ വളർന്ന് അതിലെ ജീവജാലങ്ങൾ ചെറിയ ചെറിയ ജീവജാലങ്ങളൊക്കെ വളർന്നു തുടങ്ങുന്നുണ്ട്. അവയുടെ അവശിഷ്ടങ്ങളൊക്കെ വീണ് ചെറിയ തോതിൽ ജൈവാംശം ആ ഒരു പാറയുടെ പൊടിയിലൊക്കെ മിക്സ് ചെയ്യപ്പെടുന്നുണ്ട്. ഇങ്ങനെ പാറയിൽ നിന്നും ലഭിക്കുന്ന ധാതുപദാർത്ഥങ്ങളും ജൈവാംശവും മഴവെള്ളവും വായുവും എല്ലാം കൂടിച്ചേർന്നാണ് നമ്മുടെ മണ്ണ് രൂപപ്പെടുന്നത്. അപ്പോൾ മണ്ണ് എങ്ങനെയാണ് രൂപപ്പെടുന്നത് എന്ന കാര്യമാണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. പ്രകൃതിയിൽ ഉണ്ടാവുന്ന കാറ്റ്, മഴ, മഞ്ഞ്, അല്ലെ, വെയിൽ പോലെയുള്ള പല കാര്യങ്ങളും നമ്മുടെ പ്രകൃതിയിൽ ഉണ്ടാവുന്നുണ്ട്. ഇതൊക്കെ ഏറ്റുകഴിഞ്ഞാൽ നമ്മുടെ പാറ കഷ്ണങ്ങളിൽ ചെറിയ ചെറിയ വിള്ളലുകൾ വരും. ഇങ്ങനെ പാറ കഷ്ണങ്ങൾ വെന്തു കഴിഞ്ഞാല് അത് പൊടിഞ്ഞു പോകും, അല്ലെ? ഈ പൊടിയില് ചെറിയ ചെറിയ സസ്യങ്ങളും കാര്യങ്ങളും ഒക്കെ അവിടെ ഉണ്ടാവുന്നുണ്ട്. പിന്നീട് അത് എല്ലാം ചത്തുപോകുന്നു. ഇത് ഈ ഒരു പാറപ്പൊടിയുമായിട്ട് മിക്സ് ചെയ്ത്, അല്ലെ, വെള്ളവും ഒക്കെ കൂടി കലർന്ന് എന്താവുന്ന മണ്ണ് രൂപപ്പെടുന്നു. നമുക്ക് ഈ ഒരു ഭാഗത്ത് പ്രധാനമായിട്ടും 8 തരത്തിലുള്ള മണ്ണിനങ്ങളെ കുറിച്ച് പഠിക്കാനുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ കാണുന്ന ലാറ്ററൈറ്റ് മണ്ണ്, പർവ്വത മണ്ണ്, അതുപോലെ ബ്ലാക്ക് സോയിൽ, റെഡ് സോയിൽ, അലൂവിയൽ സോയിൽ, മരുഭൂമി മണ്ണ്, സലൈൻ സോയിൽ, പീറ്റ് സോയിൽ എന്നിവയെ കുറിച്ചൊക്കെ നമുക്ക് ഈ ഒരു ക്ലാസ്സിലൂടെ നമുക്ക് നോക്കാനുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം ലാറ്ററൈറ്റ് മണ്ണിനെ കുറിച്ച് നോക്കാം. ലാറ്ററൈറ്റ് മണ്ണിനെ ചെങ്കൽ മണ്ണ് എന്ന് കൂടി പറയും. ലാറ്ററൈറ്റ് മണ്ണിനെ ചെങ്കൽ മണ്ണ് എന്ന് കൂടി പറയും. ശക്തിയായ മഴ ലഭിക്കുന്ന, മഴയും വേനലും മാറി മാറി വരുന്ന ഭാഗങ്ങളിലാണ് സാധാരണയായിട്ട് ലാറ്ററൈറ്റ് മണ്ണ് കാണുന്നത്. ഒരിക്കൽ കൂടി പറയാം, ശക്തിയായ മഴ ലഭിക്കുക, അതുപോലെ തന്നെ മഴയും വെയിലും ഒക്കെ മാറി മാറി വരിക, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സ്ഥലത്താണ് സാധാരണയായിട്ട് ലാറ്ററൈറ്റ് മണ്ണ് കാണപ്പെടുന്നത്. ഇത്തരം സ്ഥലങ്ങളിൽ മണ്ണിന്റെ ഫലഭൂയിഷ്ടിയുള്ള ഭാഗം കടുത്ത മഴയിൽ കഴുകപ്പെടുന്നുണ്ട്. ഇവിടെ പാറകൾ പൊടിയുകയും മണ്ണിലുള്ള ഇരുമ്പ് ഓക്സൈഡ് തെളിഞ്ഞു വരികയും ചെയ്യുന്നു. ഓക്കെ, ലാറ്ററൈറ്റ് സോയിലില് മണ്ണിലുള്ള ഈ ഒരു ലാറ്ററൈറ്റ് സോയിലിലുള്ള ഇരുമ്പ് ഓക്സൈഡ് എന്ത് ചെയ്യുന്നു? തെളിഞ്ഞു വരുന്നു. ഈ ഓക്സൈഡ് മണ്ണിന് ചുവപ്പോ അല്ലെങ്കിൽ പിങ്ക് നിറമോ നൽകുന്നുണ്ട്. അതുകൊണ്ടാണ് ലാറ്ററൈറ്റ് സോയിലിനൊരു ചുവന്ന നിറം ഉള്ളത്. ഓക്കെ, ദെൻ അടുത്തതായിട്ട് പറയുന്നത് ഈ ഒരു മണ്ണിന്റെ മറ്റൊരു പ്രത്യേകതയാണ്, ഇത്തരം മണ്ണിൽ നൈട്രജനും കാൽസ്യവും വളരെ കുറവായിരിക്കും. ഓക്കെ, ചെങ്കൽ മണ്ണ് അഥവാ ലാറ്ററൈറ്റ് സോയിലില് നൈട്രജന്റെയും അതുപോലെ തന്നെ കാൽസ്യത്തിന്റെയും അളവ് വളരെ കുറവായിരിക്കും. ലാറ്ററൈറ്റ് മണ്ണ് സാധാരണയായിട്ട് എവിടേക്കാണ് കാണുന്നത്? അത് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ്. നോക്കാം. പൂർവഘട്ടം, പശ്ചിമഘട്ടം, വിന്ധ്യാപ്രദേശം, മാൾവ പീഠഭൂമി, സത്പുര എന്നീ പ്രദേശങ്ങളിൽ നമുക്ക് ലാറ്ററൈറ്റ് മണ്ണ് കാണാൻ സാധിക്കും. പശ്ചിമ ബംഗാൾ, ആന്ധ്രാപ്രദേശ്, ബീഹാർ, മേഘാലയ, അസം, ഒറീസ എന്നിവയാണ് പൊതുവെ ലാറ്ററൈറ്റ് മണ്ണ് കാണപ്പെടുന്ന സംസ്ഥാനങ്ങൾ. അപ്പൊ ലാറ്ററൈറ്റ് മണ്ണ് നമുക്ക് എവിടെയൊക്കെ കാണാം? പശ്ചിമഘട്ടം, പൂർവഘട്ടം, വിന്ധ്യാപ്രദേശം, മാൾവ പീഠഭൂമി, സത്പുര ഈ ഭാഗങ്ങളിലൊക്കെ നമുക്ക് ലാറ്ററൈറ്റ് മണ്ണ് കാണാൻ സാധിക്കും.
അതുപോലെ പശ്ചിമ ബംഗാൾ, ആന്ധ്രാപ്രദേശ്, ബീഹാർ, മേഘാലയ, അസം, ഒറീസ തുടങ്ങിയ ഭാഗങ്ങളിൽ നമുക്ക് ലാറ്ററൈറ്റ് മണ്ണ് കാണാൻ സാധിക്കുന്നു. ഇനി അടുത്തതായി പറയുന്നത് പർവ്വത മണ്ണിനെ കുറിച്ചാണ്. പർവ്വത മണ്ണ് നോക്കാം. മണ്ണിന്റെ അടിസ്ഥാന ഘടകങ്ങളോടൊപ്പം വൃക്ഷങ്ങളുടെയും സസ്യങ്ങളുടെയും വളർച്ചയും അപചയവും മൂലം സൃഷ്ടിക്കുന്ന ജൈവ ഘടകങ്ങളും കൂടി മിക്സ് ചെയ്തിട്ടാണ് എന്തുണ്ടാവുന്നത്? പർവ്വത മണ്ണ് ഉണ്ടാവുന്നത്. ഒരിക്കൽ കൂടി പറയാം, മണ്ണിന്റെ അടിസ്ഥാന ഘടകങ്ങൾ ഉണ്ട് അല്ലെ, അവയോടൊപ്പം നമ്മുടെ വൃക്ഷങ്ങളും സസ്യങ്ങളിലും ഒക്കെ അപചയവും ഒക്കെ നടക്കുമ്പോൾ ചില കാര്യങ്ങളൊക്കെ ആ സസ്യങ്ങളിൽ നിന്നും ഉണ്ടാവുന്നുണ്ട്, ചില ജൈവ ഘടകങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഈ ജൈവ ഘടകങ്ങളും അതുപോലെ തന്നെ മണ്ണിന്റെ ചില അടിസ്ഥാന ഘടകങ്ങളും മിക്സ് ചെയ്തിട്ടാണ് പർവ്വത മണ്ണ് ഉണ്ടാവുന്നത്. പർവ്വത മണ്ണിൽ ജൈവാംശം കൂടുതലുണ്ടെങ്കിലും കാൽസ്യം ഓക്സൈഡുകള്, പൊട്ടാഷ്, ഫോസ്ഫറസ് എന്നിവ വളരെ കുറവായിരിക്കും. പർവ്വത മണ്ണില് ജൈവാംശം കൂടുതലുണ്ടായിരിക്കും, പക്ഷേ കാൽസ്യം ഓക്സൈഡ് അഥവാ ലൈം, ദെൻ പൊട്ടാഷ്, ഫോസ്ഫറസ് എന്നിവ വളരെ കുറവായിരിക്കും. പർവ്വത മണ്ണിൽ മണൽത്തരിയും കല്ലിന്റെ അംശവും വളരെ കൂടുതലായി നമുക്ക് കാണാൻ സാധിക്കുന്നു. പർവ്വത മണ്ണില് മണൽത്തരിയും അതുപോലെ കല്ലിന്റെ അംശവും വളരെ കൂടുതലായി നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇനി പ്രധാനമായിട്ടും ഹിമാലയ പർവ്വത മേഖലയിലും പശ്ചിമഘട്ടത്തിലുമാണ് ഈ ഒരു പർവ്വത മണ്ണ് കാണുന്നത്. പ്രധാനമായും ഹിമാലയ പർവ്വത മേഖലയിലും പശ്ചിമഘട്ടത്തിലുമാണ് നമുക്ക് പർവ്വത മണ്ണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പർവ്വത മണ്ണ് നമുക്ക് എവിടെ കാണാൻ സാധിക്കുന്നു? സാധാരണയായിട്ട് ഹിമാലയ പർവ്വത മേഖലയിലും പശ്ചിമഘട്ടത്തിലുമാണ് ഈ ഒരു പർവ്വത മണ്ണ് കാണാൻ സാധിക്കുന്നത്. ഇനി ഹിമാലയ പ്രദേശത്ത് ചോളം, ബാർലി, ഗോതമ്പ്, പഴങ്ങൾ എന്നിവയും കേരളം, തമിഴ്നാട്, കർണാടകം എന്നീ സംസ്ഥാനങ്ങളിൽ കാപ്പി, അതുപോലെ തന്നെ ഉഷ്ണമേഖലാ പഴങ്ങൾ, തേയില, സുഗന്ധവിളകള് ഇവയൊക്കെ ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ ഈ ഒരു മണ്ണ് സഹായിക്കും. ഇനി മൂന്നാമതായി പറയുന്നത് കറുത്ത മണ്ണ് അഥവാ ബ്ലാക്ക് സോയിലിനെ കുറിച്ചാണ്. ബ്ലാക്ക് സോയിൽ അഥവാ കറുത്ത മണ്ണ് നോക്കാം. അഗ്നിപർവ്വത അവശിഷ്ടങ്ങളുടെയും ലാവയുടെയും പ്രഭാവത്തിലാണ് ബ്ലാക്ക് സോയിൽ ഉണ്ടാകുന്നത്. ഓക്കെ, ഒരിക്കൽ കൂടി പറയാം. അഗ്നിപർവ്വത അവശിഷ്ടങ്ങളുടെയും ലാവയുടെയും പ്രഭാവത്തിലാണ് ബ്ലാക്ക് സോയിൽ ഉണ്ടാവുന്നത്. രേഗർ എന്ന ഈ ഒരു മണ്ണിനെ മറ്റൊരു പേര് കൂടി പറയാറുണ്ട്. കറുത്ത മണ്ണിനെ പറയുന്ന മറ്റൊരു പേരാണ് രേഗർ. ഇതിനെ വേറൊരു പേര് കൂടി പറയാറുണ്ട്, ബ്ലാക്ക് കോട്ടൺ സോയിൽ എന്ന് കൂടി പറയാറുണ്ട്. അപ്പൊ രേഗർ എന്ന് പറഞ്ഞാലും ബ്ലാക്ക് കോട്ടൺ സോയിൽ എന്ന് പറഞ്ഞാലും എന്ത് തന്നെയാണ്? കറുത്ത മണ്ണാണ്. ഈ കറുത്ത മണ്ണില് കാൽസ്യം കാർബണേറ്റ്, പൊട്ടാഷ്, ലൈം, മാഗ്നീസിയം കാർബണേറ്റ് എന്നിവ അടങ്ങിയിട്ടുണ്ടായിരിക്കും. എന്നാൽ ഫോസ്ഫറസിന്റെ അളവ് കറുത്ത മണ്ണില് വളരെ കുറവായിരിക്കും. അപ്പൊ കറുത്ത മണ്ണിന്റെ പ്രത്യേകത ഒരിക്കൽ കൂടി പറയാം. കാൽസ്യം കാർബണേറ്റ്, പൊട്ടാഷ്, ലൈം, മാഗ്നീസിയം കാർബണേറ്റ് എന്നിവ ഈ ഒരു കറുത്ത മണ്ണിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട്. എന്നാൽ ഫോസ്ഫറസിന്റെ അളവ് കറുത്ത മണ്ണിൽ കുറവായിരിക്കും. ഇനി കറുത്ത മണ്ണ് കാണുന്ന പ്രദേശങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതായത് ഗുജറാത്ത്, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, തമിഴ്നാട്, കർണാടകം, ആന്ധ്രാപ്രദേശ് ഈ ഭാഗങ്ങളിലൊക്കെ നമുക്ക് കറുത്ത മണ്ണ് ധാരാളമായി കാണാൻ സാധിക്കുന്നു. സ്ഥലങ്ങളുടെ പേര് ഒരിക്കൽ കൂടി പറയാം. ഗുജറാത്ത്, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, തമിഴ്നാട്, കർണാടകം, ആന്ധ്രാപ്രദേശ് ഈ ഭാഗങ്ങളിലൊക്കെ നമുക്ക് കറുത്ത മണ്ണ് കാണാൻ സാധിക്കുന്നു. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ചെമ്മണ്ണിനെ കുറിച്ചാണ്. റെഡ് സോയിൽ എന്ന് പറയും. ചെമ്മണ്ണ് നോക്കാം. ആഗ്നേയ ശിലകളും ബാഹ്യസമ്പർദ്ദങ്ങളാൽ രൂപമാറ്റം വരുന്ന പാറകളും പൊടിഞ്ഞു ചേർന്നാണ് റെഡ് സോയിൽ ഉണ്ടാവുന്നത്. അപ്പോ എങ്ങനെയാ റെഡ് സോയിൽ ഉണ്ടാവുന്നത്? ആഗ്നേയ ശിലകളും അതിനോടൊപ്പം തന്നെ പാറ കഷ്ണങ്ങളൊക്കെ പൊടിഞ്ഞ്, അല്ലെ, നമ്മൾ നേരത്തെ പറഞ്ഞു, പുറമേയുള്ള ബാഹ്യസമ്മർദ്ദങ്ങളായിട്ടുള്ള മഴയോ വെയിലോ കാറ്റോ ഒക്കെ വന്ന് പാറയിലൊക്കെ വിള്ളലുണ്ടായി പാറ പൊടിഞ്ഞ് ആ ഒരു പൊടിയും ആഗ്നേയ ശിലയും കൂടി ചേർന്നാണ് എന്തുണ്ടാവുന്നത്? റെഡ് സോയിൽ ഉണ്ടാവുന്നത്. ഉയർന്ന ഇരുമ്പിന്റെ സാന്നിധ്യം ഈ ഒരു റെഡ് സോയിലിൽ ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് റെഡ് സോയിലിന് ആ ഒരു കളർ ഉണ്ടാവുന്നത്. ഓക്കെ, ചെമ്മണ്ണിന് ആ ഒരു കളർ ഉണ്ടാകും. ഒരു റെഡ് നിറം ഉണ്ടാവാനുള്ള കാരണം എന്താണ്? ഇരുമ്പിന്റെ സാന്നിധ്യമാണ്. ഈ മണ്ണിന്റെ സ്വഭാവം ചിലയിടങ്ങളിൽ തരി നിറഞ്ഞതും എന്നാൽ ചിലയിടങ്ങളിൽ കളിമണ്ണിന്റെ രൂപത്തിലുമായിരിക്കും. റെഡ് സോയിൽ അഥവാ ചെമ്മണ്ണ് എന്ന് പറഞ്ഞാൽ ചില ഭാഗങ്ങളിൽ തരികളുള്ള ചെമ്മണ്ണ് ഉണ്ടായിരിക്കും, എന്നാൽ ചില ഭാഗങ്ങളിൽ കളിമണ്ണിന്റെ രൂപത്തിലായിരിക്കും ഇവ കാണപ്പെടുന്നത്. ഇനി ഈ ഒരു ചെമ്മണ്ണില് പൊട്ടാഷ്യത്തിന്റെ ഉള്ളടക്കം കൂടുതൽ ഉണ്ടായിരിക്കും. എന്നാൽ ഫോസ്ഫേറ്റ്, നൈട്രജൻ, ജൈവാംശം എന്നിവ വളരെ കുറവായിരിക്കും. ഇനി ഇത് എവിടെയാ കാണുന്നതെന്ന് നോക്കാം. തമിഴ്നാട്, മധ്യപ്രദേശ്, ജാർഖണ്ഡ്, ഒറീസ എന്നീ സംസ്ഥാനങ്ങളിലും മഹാരാഷ്ട്ര, കർണാടക എന്നിവയുടെ ചില ഭാഗങ്ങളിലുമായിട്ട് നമുക്ക് റെഡ് സോയിൽ കാണാനായിട്ട് സാധിക്കും. ഒരിക്കൽ കൂടി പറയാം.
ഈ ഒരു റെഡ് സോയിൽ എന്ന് പറയുമ്പോൾ അതിൽ പൊട്ടാഷ്യത്തിന്റെ അളവുണ്ട് കൂടുതലായിരിക്കും, എന്നാൽ ഫോസ്ഫേറ്റ്, നൈട്രജൻ, ജൈവാംശം ഇതിന്റെ അളവൊക്കെ വളരെ കുറവായിരിക്കും. പ്രധാനമായിട്ടും ചുവന്ന മണ്ണ് അല്ലെങ്കിൽ ചെമ്മണ്ണ് കാണുന്നത് തമിഴ്നാട്, മധ്യപ്രദേശ്, ജാർഖണ്ഡ്, ഒറീസ എന്നീ സംസ്ഥാനങ്ങളിലും മഹാരാഷ്ട്രയുടെ ചില ഭാഗങ്ങളിലും, മഹാരാഷ്ട്ര, കർണാടക എന്നിവയുടെ ചില ഭാഗങ്ങളിലും നമുക്ക് ഈ ഒരു മണ്ണ് കാണാൻ സാധിക്കുന്നു. ഇനി നമുക്ക് അടുത്തതായിട്ട് എക്കൽ മണ്ണിനെ കുറിച്ച് നോക്കാം. അലൂവിയൽ സോയിൽ അഥവാ എക്കൽ മണ്ണ്. നദികൾ ഒഴുക്കിക്കൊണ്ടുവരുന്ന മട്ട് അടിഞ്ഞ് രൂപപ്പെടുന്നതാണ് അലൂവിയൽ സോയിൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നദികളിലൂടെ ഒഴുകിയെത്തുന്ന ആ ഒരു മട്ട് അത് അടിഞ്ഞു കൂടിയിട്ടാണ് എന്തുണ്ടാവുന്നത്? എക്കൽ മണ്ണ് അഥവാ അലൂവിയൽ സോയിൽ ഉണ്ടാവുന്നത്. നദികൾ പൊതുവെ പർവ്വതങ്ങളിൽ ഉത്ഭവിക്കുകയും താഴെയുള്ള കുത്തൊഴുക്കിൽ ധാരാളം പൊടിയും മട്ടും കൊണ്ടുവന്ന് സമതലങ്ങളിലും തീരങ്ങളിലും നിക്ഷേപിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്കറിയാം അധികം നദികളും ഉണ്ടാവുന്നത് എവിടെ നിന്നാണ്? പർവ്വതങ്ങളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്, അല്ലെ? അപ്പൊ അവിടെ നിന്ന് ഇങ്ങനെ താഴേക്ക് ഒഴുകി വരുന്നതോടൊപ്പം തന്നെ ഇവ പൊടിയും അതുപോലെ തന്നെ ധാരാളം പൊടികള് അതുപോലെ തന്നെ മട്ട് ഒക്കെ ശേഖരിച്ച് ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത് അടിഞ്ഞുകൂടി സമതലങ്ങളിലും അതുപോലെ തന്നെ തീരങ്ങളിലും ഒക്കെ ഇത് അടിഞ്ഞുകൂടുന്നുണ്ട്. ഈ മണ്ണാണ് എന്തായിട്ട് മാറുന്നത്? എക്കൽ മണ്ണായിട്ട് മാറുന്നത്. ജൈവാംശങ്ങളും തരിമണലും കളിമണ്ണും ചേർന്നതാണ് എക്കൽ മണ്ണ് എന്ന് പറയുന്നത്. അപ്പൊ എക്കൽ മണ്ണിന്റെ മറ്റൊരു പ്രത്യേകതയാണ് എക്കൽ മണ്ണിൽ ധാരാളമായിട്ട് ഫോസ്ഫോറിക് ആസിഡ് ഉണ്ടാവും, പൊട്ടാഷ് ഉണ്ടാവും, അതുപോലെ ചുണ്ണാമ്പ്. ഏതൊക്കെയാ ഉണ്ടാവുക? ഫോസ്ഫോറിക് ആസിഡ്, പൊട്ടാഷ്, ചുണ്ണാമ്പ്. ഇത് മൂന്നും എക്കൽ മണ്ണിൽ ധാരാളമായി കാണപ്പെടുന്നു. അലൂവിയൽ മണ്ണ് പ്രധാനമായിട്ടും 2 തരത്തിലാണ് ഉള്ളത്. ഏതൊക്കെയാന്ന് നോക്കാം. ബംഗാർ എന്ന വിളിക്കുന്ന പഴയ അലൂവിയൽ, ഗദ്ദാർ എന്ന് വിളിക്കുന്ന പുതിയ അലൂവിയൽ. അപ്പൊ അലൂവിയൽ മണ്ണ് പ്രധാനമായിട്ടും 2 തരത്തിലുണ്ട്. ഏതൊക്കെയാണ്? ബംഗാറും ഗദ്ദാറും. ബംഗാർ എന്ന് പറഞ്ഞാല് പഴയ അലൂവിയാണ്, ഗദ്ദാർ എന്ന് പറഞ്ഞാല് പുതിയ അലൂവിയാണ്. രാജ്യത്തെ ഏറ്റവും മുഖ്യമായ മണ്ണിനമാണ് എക്കൽ മണ്ണ് എന്ന് പറയുന്നത്. രാജ്യത്തെ ഏറ്റവും മുഖ്യമായ മണ്ണിനമാണ് ഏത്? എക്കൽ മണ്ണ്. രാജ്യത്തിന്റെ ഭൂവിസ്തൃതിയുടെ 40% വരുന്നത് എക്കൽ മണ്ണാണ്. ഓക്കെ, അലൂവിയൽ മണ്ണിനാൽ ആണ് രാജ്യത്തിന്റെ ഭൂവിസ്തൃതിയുടെ 40% നിറയപ്പെട്ടിട്ടുള്ളത്. പഞ്ചാബ് മുതൽ പശ്ചിമ ബംഗാൾ, ആസം വരെയുള്ള വടക്കേ സമതലങ്ങളിൽ അലൂവിയൽ മണ്ണാണ് കാണപ്പെടുന്നത്. കൃഷ്ണ, ഗോദാവരി, കാവേരി, മഹാനദി എന്നീ നദികളുടെ തീരത്തും ഈ മണ്ണ് നമുക്ക് കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നു. അപ്പോൾ രാജ്യത്തിന്റെ ഭൂവിസ്തൃതിയുടെ 40% വരുന്നത് എന്താണ്? അലൂവിയൽ സോയിലാണ്. പഞ്ചാബ് മുതൽ പശ്ചിമ ബംഗാൾ, അസം വരെയുള്ള വടക്കേ സമതലങ്ങളിൽ അലൂവിയൽ മണ്ണാണ് കാണപ്പെടുന്നത്. ഇനി 6ാമതായി നമുക്ക് പറയുന്നത് മരുഭൂമിയിലെ മണ്ണിനെ കുറിച്ചാണ്, ഡെസേർട്ട് സോയിലിനെ കുറിച്ചാണ്. വരണ്ട അല്ലെങ്കിൽ പകുതി വരണ്ട അവസ്ഥയിലാണ് ഈ ഒരു മരുഭൂമി മണ്ണ് കാണപ്പെടുന്നത്. പ്രധാനമായും കാറ്റിന്റെ പ്രവർത്തനങ്ങളാൽ ഈ മണ്ണ് നിക്ഷേപിക്കപ്പെടുന്നു. മരുഭൂമി മണ്ണിന്റെ മറ്റൊരു പ്രത്യേകതയാണ് ഉയർന്ന ഉപ്പ് ഇവയിൽ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ തീരെ ഈർപ്പം ഉണ്ടാവില്ല. മരുഭൂമി മണ്ണില് തീരെ ഈർപ്പം ഉണ്ടാവില്ല. കങ്കാർ അല്ലെങ്കിൽ അശുദ്ധമായ കാൽസ്യം കാർബണേറ്റ് ഇതിൽ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ടായിരിക്കും. മരുഭൂമി മണ്ണില് കങ്കാർ അല്ലെങ്കിൽ അശുദ്ധമായ കാൽസ്യം കാർബണേറ്റ് ധാരാളം അടങ്ങിയിട്ടുണ്ടായിരിക്കും. ഓക്കെ, മരുഭൂമിയിലെ മണ്ണിൽ എന്തുണ്ടാവില്ല? നൈട്രജൻ ഉണ്ടാവില്ല. എന്നാൽ ഫോസ്ഫേറ്റ് ധാരാളമായിട്ട് കാണപ്പെടുന്നു. ഇനി ഇതിന്റെ ഘടന, മണൽ രൂപത്തിലാണ് മരുഭൂമി മണ്ണ് കാണപ്പെടുന്നത്. മണൽ രൂപത്തിലാണ് മരുഭൂമി മണ്ണ് കാണപ്പെടുന്നത്. അപ്പോൾ ഇത്രയും മണ്ണിനങ്ങളെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് തന്നെ പഠിക്കുക. ഇന്നത്തെ ഈ ഒരു വീഡിയോ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. മറ്റൊരു വീഡിയോ ക്ലാസ്സുമായി നമുക്ക് ഉടൻ തന്നെ കാണാം. താങ്ക്